നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബിഹേവിയറിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയറലിസം ആസ് ഗിവൻ ബൈ ഡേവിഡ് ഈസ്റ്റൺ. ഓൾറെഡി നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേവിഡ് ഈസ്റ്റൺ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പോണൻസ് ആൻഡ് ഫൗണ്ടേഴ്സ് ഓഫ് ബിഹേവിയറലിസ്റ്റ് പൊളിറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ട്, ഹാസ് സംഡ് അപ്പ് 8 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് അപ്രോച്ച്. അദ്ദേഹം 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബിഹേവിയറലിസത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അവയെ വിളിക്കുന്ന പേരും ശ്രദ്ധിക്കണം. ദീസ് ആർ നോൺ ആസ് ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ബിഹേവിയറലിസം. ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺ, ഒരു വീടിടുമ്പോൾ അതിൻ്റെ പ്രധാനം അതിൻ്റെ കല്ലാണ്, മൂലക്കല്ലെന്ന് നമ്മൾ പറയില്ല, അതുപോലെയുള്ള ഫൗണ്ടേഷൻ സ്റ്റോണാണ് ബിഹേവിയറിസത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആയിട്ടാണ് നമ്മുടെ ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ പറയുന്നത്. First one is regularities. The behavioralists hold the opinion that human behavior, despite its differences, shows some remarkable uniformities in political. Behavioralists hold the opinion that human behavior, despite its differences, shows some remarkable uniformities in political behavior. മനുഷ്യർ ഒരുപാട് ഡിഫറെൻ്റ് ആണ് ഹ്യൂമൻ ബീങ്സ്. ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദാറ്റ് ഡിഫറൻസസ് there is some similarities in the political behavior of an individual. ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയർ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു. പൊളിറ്റിക്കൽ ബിഹേവിയർ ഉണ്ട്, സോഷ്യൽ ബിഹേവിയർ ഉണ്ട്, എക്കണോമിക് ബിഹേവിയർ ഉണ്ട്. എല്ലാവരുടെയും പൊളിറ്റിക്കൽ ബിഹേവിയർ ഒന്നല്ല എങ്കിലും ഈ ഡിഫറൻസസുകളുടെ ഇടയിലും നമുക്ക് കുറച്ച് സിമിലാരിറ്റീസ് കണ്ടെത്താം. ആ സിമിലാരിറ്റീസിനെയാണ് അദ്ദേഹം റെഗുലാരിറ്റീസ് എന്ന് വിളിച്ചിരിക്കുന്നത്. The behavioralists hold the opinion that human behavior, despite its differences, shows some remarkable uniformities in political behavior. ആ യൂണിഫോമിറ്റീസ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? ഇറ്റ് ക്യാൻ ബി ജനറലൈസ്ഡ് ആൻഡ് ഫോർമുലേറ്റഡ് ആസ് എ സിസ്റ്റമാറ്റിക് തിയറി. അതിനെ ജനറലൈസ് ചെയ്ത് ഒരു സിസ്റ്റമാറ്റിക് തിയറി ആക്കാൻ പറ്റണം. അതിൻ്റെ എക്സാമ്പിളാണ് വോട്ടിംഗ് ബിഹേവിയർ. നെക്സ്റ്റ് ഈസ് വെരിഫിക്കേഷൻ. ഇപ്പോഴേ പഠിച്ചു പോകണം. ആദ്യത്തത് റെഗുലാരിറ്റീസ്. എന്താണ് ആദ്യത്തത്? റെഗുലാരിറ്റീസ്, 6 ഓർക്കുക. അടുത്തത് വെരിഫിക്കേഷൻ, VRV. മൂന്നാമത്തതും കൂടെ ഓർത്തോ, ടെക്നിക്സ്. റെഗുലാരിറ്റീസ് പറഞ്ഞു. വെരിഫിക്കേഷൻ, നിങ്ങൾ കോളേജിൽ വരുമ്പോൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകളൊക്കെ, ഹയർ സെക്കൻഡറിയിൽ കിട്ടിയ മാർക്ക് ലിസ്റ്റുകളൊക്കെ വെരിഫൈ ചെയ്യാറുണ്ടല്ലോ. ശരിയാണോ, നിങ്ങൾ ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളതും നിങ്ങളുടെ മാർക്കും ശരിയാണോ എന്ന് വിശകലനം ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെ ബിഹേവിയറിസവും പറയുന്നത്. വട്ടവർ നമുക്ക് കിട്ടുന്ന എല്ലാ നോളജും നമ്മൾ 2 വട്ടം കറക്റ്റാണോ എന്ന് വെരിഫൈ ചെയ്തിരിക്കണം. All knowledge must be based on observation and verification, and it should be tested and analyzed. ഇങ്ങനെയാണ് all knowledge must be based on observation and verification. It should be tested. എല്ലാ നോളജും ടെസ്റ്റ് ചെയ്തിരിക്കണം, അനലൈസ് ചെയ്തിരിക്കണം. It should be tested and analyzed. അടുത്തത് ടെക്നിക്സ്. ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ കളക്ട് ചെയ്യുന്ന ഡേറ്റാസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ ബിഹേവിയറിസത്തിൽ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെയാണ്. വേറെ എന്തിനും ടേം ഇട്ട് പല ടേംസ് യൂസ് ചെയ്ത് അത് ആര് പറയുന്നുണ്ട്? ഡേവിഡ് ഈസ്റ്റൺ പറയുന്നേ ഉള്ളൂ. കറക്റ്റ് ടെക്നിക്സ് മസ്റ്റ് ബി അഡോപ്റ്റഡ് ഫോർ അക്വയറിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ഡേറ്റ. അക്വയറിങ് ACQUIRING എന്നാണ്. അക്വയറിങ് ആണ് കേട്ടോ. Correct techniques must be adopted for acquiring and interpreting data. ഡേറ്റ, നമ്മൾ ശേഖരിക്കുന്ന ഡേറ്റ അനലൈസ് ചെയ്യാൻ കറക്റ്റായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് ഈസ് ക്വാണ്ടിഫിക്കേഷൻ, RVTQ. എന്തൊക്കെയായിരിക്കും? റെഗുലാരിറ്റീസ്, വെരിഫിക്കേഷൻ, ടെക്നിക്സ്, ക്വാണ്ടിഫിക്കേഷൻ. RVTQ. ക്വാണ്ടിഫിക്കേഷനിൽ എന്താണ്? നമ്മൾ ശേഖരിച്ചിരിക്കുന്ന ഡേറ്റ കറക്റ്റായി മെഷർ ചെയ്തിരിക്കണം. ഡേറ്റ ഷുഡ് ബി മെഷേർഡ് ആൻഡ് കമ്പൈൽഡ്. ഇറ്റ് ഷുഡ് ബി അനലൈസ്ഡ് ബൈ ദ റിസർച്ചർ. ഡേറ്റ ഷുഡ് ബി മെഷേർഡ് ആൻഡ് കമ്പൈൽഡ്. അപ്പോൾ റെഗുലാരിറ്റീസിൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡേറ്റ ഇൻ സ്പൈറ്റ് ഓഫ് സം ഡിഫറൻസസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ. അതിനുശേഷം ഓൾ ദ കളക്റ്റഡ് ഡേറ്റ മസ്റ്റ് ബി വെരിഫൈഡ്.
പിന്നെന്താണ് ആക്യുറേറ്റ് ടെക്നിക്സ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ വെരിഫൈയിങ് സച്ച് ഡേറ്റ. പിന്നെന്താണ് ഡേറ്റ ഷുഡ് ബി മെഷേർഡ്, കറക്റ്റായിട്ട് അത് മെഷർ ചെയ്യണം. ഇത്ര പേര് ഇത്ര കാര്യം ചെയ്തു എന്ന് കൃത്യമായി പറയണം. 100 പേരിൽ 50 പേര് നോട്ട്സ് എഴുതി, അല്ലെങ്കിൽ 100 പേരിൽ 20 പേരെ നോട്ട്സ് എഴുതിയിട്ടുള്ളൂ, ബാക്കി 80 പേരും നോട്ട്സ് എഴുതിയില്ല. അല്ലെങ്കിൽ എന്താണ് 60 സ്റ്റുഡൻസ് ഉണ്ട്, 25 നോട്ട്സ് എഴുതും, ബാക്കി ഉള്ള സ്റ്റുഡൻസ് നോട്ട്സ് കൃത്യമായി എഴുതുന്നില്ല എന്ന് പറയുമ്പോൾ അത് കറക്റ്റായി നമ്മൾ മെഷർ ചെയ്താണ് പറയുന്നത്. അതുപോലെയാണ് ക്വാണ്ടിഫിക്കേഷൻ. അപ്പോൾ റെഗുലാരിറ്റീസ്, വെരിഫിക്കേഷൻ, ടെക്നിക്സ്, ക്വാണ്ടിഫിക്കേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, വാല്യൂസ്. വാല്യൂസ് എന്ന് കേൾക്കുമ്പോൾ ഒട്ടനെ കുട്ടികൾ എഴുതുന്നത് വാല്യൂസ് ആർ ഇൻക്ലൂഡഡ് എന്നാണ്. അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞു ബിഹേവിയർസ് എങ്ങനെ വന്നതാണ്. ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ട്രഡീഷണൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, അല്ലേ? ഒരു റെവല്യൂഷൻ വഴി വന്നതാണ്, പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് വഴി വന്നതാണ്. ട്രഡീഷണൽ അപ്രോച്ചുകളുടെ പ്രത്യേകത ദേ ആർ വാല്യൂ ബേസ്ഡ്. വാല്യൂസാണ്, ഓരോരോ മൂല്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പഠിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷേ ഈ വാല്യൂസിന് എഗെയിൻസ്റ്റ് ആണ് ആര്? ബിഹേവിയറലിസ്റ്റ്. ഇവിടെ വാല്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാല്യൂ ഫ്രീ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ റിസർച്ച് ഷുഡ് ബി വാല്യൂ ഫ്രീ സോ ദാറ്റ് ദ റിസർച്ചർ മേ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു എക്സാമിൻ എ പൊളിറ്റിക്കൽ ഇഷ്യൂ ഫ്രം ഹിസ് ഓൺ സബ്ജക്റ്റീവ് സ്റ്റാൻഡ് പോയിൻറ്റ് ഓഫ് വാല്യൂസ്. റിസർച്ച് ചെയ്യുന്ന റിസർച്ച് എപ്പോഴും അതിനകത്ത് റിസർച്ചറുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ വരരുത്. ഞാൻ നേരത്തെ പറഞ്ഞു 50 കുട്ടികൾ, 20 പേര് നോട്ട്സ് എഴുതി, 30 പേര് നോട്ട്സ് എഴുതുന്നില്ല. ഞാനത് കുട്ടികൾ 35 പേരും നോട്ട്സ് എഴുതുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ആഗ്രഹം മാത്രമാണ്. അത് എൻ്റെ വാല്യൂസാണ് പറയുന്നത്. വാല്യൂ ഫ്രീ ആവണമെങ്കിൽ ഞാൻ കൃത്യമായി അനലൈസ് ചെയ്ത് ബാക്കിയുള്ളവർ എന്തുകൊണ്ട് എഴുതുന്നില്ല എന്ന് കണ്ടുപിടിക്കണം. അതാണ്, അതങ്ങനെയാണ്. വാല്യൂ ഫ്രീ ആയിരിക്കണം നമ്മൾ സ്റ്റഡി. ഇത് സർവേയുടെ കേസിലും അങ്ങനെ ആയിരിക്കണം. നമ്മളടുത്തുള്ള ഒരിടത്ത് ഇപ്പം എത്രമാത്രം ഗവൺമെൻറ് വെൽഫെയർ മെഷേഴ്സ് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഈ സർവേ ചെയ്യുന്നു. നമ്മൾക്ക് ഗവൺമെൻറ്റിനോട് ഒരു അനുഭവം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിനകത്ത് തെറ്റായ കാര്യങ്ങൾ എഴുതരുത്. അതാണ് വാല്യൂ ഫ്രീ സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസർച്ച് ഷുഡ് ബി വാല്യൂ ഫ്രീ so that the researcher may not be in a position to examine a political issue from his own subjective standpoint. സ്വന്തം ആഗ്രഹം അനുസരിച്ച് റിസർച്ചർ ആ സർവേ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ മോറൽ ആൻഡ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ഡിസ്കാർഡഡ്. ഓൺലി സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻസ് മസ്റ്റ് ബി ഗിവൺ. സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് മാത്രമേ പാടുള്ളൂ. വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വാല്യൂ ഫ്രീ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂസ് ഉണ്ട് എന്ന് എഴുതിപ്പോയാൽ നിങ്ങളുടെ മാർക്ക് മുഴുവൻ പോകും. കാരണം ബിഹേവിയർസം പറഞ്ഞത് മുഴുവൻ അവിടെ തെറ്റിപ്പോയി. അപ്പം ഫസ്റ്റ് വൺ റെഗുലാരിറ്റീസ്, വെരിഫിക്കേഷൻ, ടെക്നിക്സ്, ക്വാണ്ടിഫിക്കേഷൻ, വാല്യൂസ്. അടുത്തത് എസ് ആണ്, സിസ്റ്റമറ്റൈസേഷൻ. എന്താണ്? എ തിയറി മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓൾ ദീസ് ലോജിക്കലി കണക്റ്റഡ് ഡേറ്റ. ഈ ലോജിക്കലി കണക്റ്റഡ് ഡേറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഈ തിയറി എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? സിസ്റ്റമാറ്റിക്കായിട്ട് പറയാൻ സാധിക്കണം. എ തിയറി മസ്റ്റ് ബി കൺസ്ട്രക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ലോജിക്കലി കണക്റ്റഡ് ഡേറ്റ. അതാണ് സിസ്റ്റമാറ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പ്യുവർ സയൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. പ്യുവർ സയൻസ് എന്ന് പറയുമ്പോൾ റിസർച്ച് എന്തായിരിക്കണം? ഷുഡ് ബി ഡൺ ബൈ എവിഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് മേ നോട്ട് അപ്ലൈ ടു എ സ്പെസിഫിക് പ്രോബ്ലം. പ്യുവർ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം എവിഡൻസ്, നമുക്ക് സർവേ ഉപയോഗിച്ചും തെളിവ് ഉപയോഗിച്ചും കണ്ടെത്താവുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. Ultimate aim of the behavioralist is to make social science like natural science. നാച്ചുറൽ സയൻസിനെ പോലെ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും നിരീക്ഷണവും പരീക്ഷണം എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കണം ആര്? ബിഹേവിയറലിസ്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിലെ സബ്ജക്റ്റുകൾ. റിസർച്ച് ഷുഡ് ബി വെരിഫയബിൾ ബൈ എവിഡൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് മേ ഓർ മേ നോട്ട് അപ്ലൈ ടു എ സ്പെസിഫിക് പ്രോബ്ലം. ആൻഡ് ദ അൾട്ടിമേറ്റ് എയിം should be to make social science like natural science. And the final one is integration. Integration എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി മെത്തേഡ് എന്ന് പറഞ്ഞതിന് പകരമാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്.
ഇൻ്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് വൺ ഓഫ് ദ സോഷ്യൽ സയൻസസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് വിത്ത് അതർ സോഷ്യൽ സയൻസസ് ലൈക്ക് സോഷ്യോളജി, സൈക്കോളജി ആൻഡ് എക്കണോമിക്സ്. സോഷ്യോളജിയും സൈക്കോളജിയും എക്കണോമിക്സും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് വേണം പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ. ഇൻ്റഗ്രേഷൻ്റെ മീനിങ് എന്താണ് ഇവിടെ? ഇൻ്റർ ഡിസിപ്ലിനറി എന്നുള്ള മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ്റഗ്രേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റർ ഡിസിപ്ലിനറി relation of political science with other social sciences. It should be integrated with other social sciences like sociology, psychology and economics, and even with natural sciences like biology, anthropology. അങ്ങനെ ഒരു യൂണിഫൈഡ് നോളജ് കീപ്പ് ചെയ്യണമെന്നാണ് ബിഹേവിയറലിസ്റ്റുകളുടെ ആഗ്രഹം. പർട്ടിക്കുലർലി ഇത് ആരുടെ വ്യൂ പോയിൻറ്റ്സ് ആണ്? ഇതെല്ലാം ഡേവിഡ് ഈസ്റ്റൺ ക്രിയേറ്റ് ചെയ്ത വ്യൂ പോയിൻറ്റ്സ് ആണ്. ഡേവിഡ് ഈസ്റ്റൺ അതിൻ്റെ ആ വ്യൂ പോയിൻറ്റ്സിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ഓഫ് ബിഹേവിയറലിസം. ഇനി ഇത്രയുമാണ് ഈ ബിഹേവിയറലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: റെഗുലാരിറ്റീസ്, വെരിഫിക്കേഷൻ, ടെക്നിക്സ്, ക്വാണ്ടിഫിക്കേഷൻ, സിസ്റ്റമാറ്റൈസേഷൻ, വാല്യൂസ്, പ്യുവർ സയൻസ്, ഇൻ്റഗ്രേഷൻ. റെഗുലാരിറ്റീസ്, verification, techniques, quantification, values, systematization, pure science, integration. ഇൻ്റഗ്രേഷൻ ഇൻ്റർഡിസിപ്ലിനറി ആണ്. പ്യുവർ സയൻസ് എന്ന് പറയുമ്പോൾ സയൻസ് ആക്കി പൊളിറ്റിക്കൽ സയൻസിനെ മാറ്റണം. സിസ്റ്റമാറ്റൈസേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക്കലി ക്രിയേറ്റഡ് തിയറിയാണ് ഉദ്ദേശിക്കുന്നത്. വാല്യൂ ഫ്രീ ആയിരിക്കണം. ഡേറ്റ അനലൈസ് ചെയ്യണം. നല്ല ടെക്നിക്സ് ഉപയോഗിക്കണം. എവരിത്തിങ് വെരിഫൈ ചെയ്യണം. ഹ്യൂമൻ ബീങ്സിൻ്റെ പൊളിറ്റിക്കൽ ബിഹേവിയറിലുള്ള സിമിലാരിറ്റീസ് കണ്ടെത്തണം. ഇത്രയുമാണ് ബിഹേവിയറിസത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഫൗണ്ടേഷൻ സ്റ്റോൺസ് എന്ന് ഡേവിഡ് ഈസ്റ്റൺ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൻ്റെ ക്രിറ്റിസിസം ഇത്രയും പോരാ, നിങ്ങൾ വായിച്ച് എഴുതണം. ക്രിറ്റിസിസം നന്നായിട്ട് എഴുതാൻ പറ്റും, നോക്കണം. ഓക്കെ.